ഒരു മനുഷ്യനെ കൊന്നാൽ പോലും ജാമ്യമില്ലാത്തതല്ല കുറ്റം, ജാമ്യമൊക്കെ കിട്ടും. പക്ഷെ മൃഗത്തെ കൊന്നാൽ ജാമ്യമില്ലാത്ത കുറ്റമാണ്, ജയിലിൽ നിന്ന് ഇറങ്ങുകയല്ല. ഇപ്പം ഈ മൃഗങ്ങൾക്ക് പേടിയില്ല ഒട്ടും. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അവരെ വെടിവെക്കും, അല്ലെ പടക്കം വെച്ച് അവരെ ഉപദ്രവിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അവർ വരികയിലാണ്. കരടി ഇറങ്ങുന്നു, കടുവ ഇറങ്ങുന്നു, ആന സ്ഥിരമായിട്ടുണ്ട്, കുരങ്ങുകള്, മയിലുകള്, ഇതെല്ലാം നിരന്തരമായിട്ട് അവിടെ ഉണ്ട്. പകരം കിട്ടുന്ന കാശ് അവരവർ വിധിച്ചെടുക്കുക, പിന്നെ ഈ പറഞ്ഞ രീതിയിൽ കർഷകനെയൊക്കെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടിട്ട് അതും കൂടെ കാടാക്കി എടുക്കുക. മെയിൻ റോഡുകളുടെ ഒക്കെ സൈഡിൽ പോലും ഇത് ആനയുടെ വിഹാര കേന്ദ്രം അല്ലെങ്കിൽ ആന ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്, ഇവിടെ മിണ്ടാതെ പോകണം, നിശബ്ദത പാലിക്കുന്നൊക്കെ എഴുതി വെക്കുന്ന ബോർഡുകൾ എവിടുന്ന തരത്തിൽ ഒരു സുപ്രഭാതത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു 10, 25, 30 കൊല്ലം കഴിയുമ്പോൾ ഇന്നുള്ള വയനാടിന്റെ അത്രയും ആയിരിക്കില്ല കാട്, അതിലൊക്കെ വളരെ കൂടുമെന്നുള്ളത് എനിക്ക് ഏതാണ്ട് ഉറപ്പാണ്. ആളുകൾ സ്വയം ഇറങ്ങി പോകേണ്ടി വരും, പോകും അവർ. പിതാവ്, വയനാടിന്റെ ഒരു സാമൂഹ്യ സാഹചര്യങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ വയനാടിന്റെ തുടിപ്പ് പിതാവിന് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ അടുത്ത നാളുകളിൽ നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഈ വന്യമൃഗശല്യം, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ബഫർ സോൺ വിഷയങ്ങളൊക്കെ വയനാട് മേഖലയുടെ, വയനാട് ജില്ലയുടെ ഒരു നട്ടെല്ല് തകർത്തുകൊണ്ടിരിക്കുക. അപ്പം കുറെ കാലം കഴിയുമ്പോൾ ഒരു ജനവാസമില്ലാത്തൊരു മേഖലയായി നമ്മുടെ വയനാട് മാറുമെന്നൊരു ആശങ്ക പിതാവിനുണ്ടോ? വയനാട്ടിലെ കുറെ ഭാഗങ്ങള് ജനവാസമില്ലാതായി മാറിയെന്ന് വരാം. ഇന്നിപ്പോൾ വയനാട് എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെ അതിർത്തിയാണ്. ഈ അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലെല്ലാം വനപ്രദേശങ്ങൾ, റിസർവ്ഡ് വനങ്ങളാണ്. വയനാട്ടിലുണ്ട് കുറേ റിസർവ്ഡ് വനങ്ങൾ. രണ്ടാമത്തെ കാര്യം, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മുടെ ഈ പശ്ചിമഘട്ടം മുഴുവനും ഈ ലോക പൈതൃക പ്രദേശമായിട്ട്, ഐക്യരാഷ്ട്രസഭയുടെ പൈതൃക പ്രദേശമായിട്ട് മാറ്റിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പൈതൃക പ്രദേശത്തിൻ്റെ അർത്ഥം തന്നെ എന്താണ്, അവിടെ ഇനി ഈ കാടുമായിട്ടുള്ള ആ കാര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ പാടില്ലെന്നല്ല, മാത്രമല്ല കൂടുതലായിട്ട് കാടുകൾ ഉണ്ടാവുകയും ചെയ്യണം. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്ന ആ ഒരു ശ്രമം എപ്പോഴും കാടിൻ്റെ അളവ് കൂട്ടുക എന്നുള്ളതായിരിക്കും. അതിൻ്റെ കാരണം എന്താണ്? കാരണം ഈ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് വികസിത പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ഈ കാർബൺ പുറത്തുതള്ളുന്ന ഇടപാട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ അത് പുറന്തള്ളുന്നവർ അതിന് ഫലം, അതിൻ്റെ ഒരു പരിഹാരമായിട്ട് മറ്റെവിടെയെങ്കിലും കാട് വെച്ച് പിടിപ്പിക്കണം. അവരുടെ നാട്ടിൽ പറ്റാത്തത് കൊണ്ട് അത് ഈ മൂന്നാം ലോകത്തേക്ക് അവർ കാശ് തരും. കാശ് തരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ ആ കാട് വെച്ച് പിടിപ്പിക്കണം. പക്ഷെ ഇവിടെ നമുക്കറിയാം കാട് വെച്ച് പിടിപ്പിക്കുന്നൊന്നും ഉണ്ടാകില്ല. പകരം കിട്ടുന്ന കാശ് അവരവർ വിധിച്ചെടുക്കുക, പിന്നെ ഈ പറഞ്ഞ രീതിയിൽ കർഷകനെയൊക്കെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടിട്ട് അതും കൂടെ കാടാക്കി എടുക്കുക. അതുകൊണ്ടായിരിക്കണമല്ലോ നമ്മുടെ ഈ മെയിൻ റോഡുകളുടെ ഒക്കെ സൈഡിൽ പോലും ഇത് ആനയുടെ വിഹാര കേന്ദ്രം അല്ലെങ്കിൽ ആന ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്, ഇവിടെ മിണ്ടാതെ പോകണം, നിശബ്ദത പാലിക്കുന്നൊക്കെ എഴുതി വെക്കുന്ന ബോർഡുകൾ എവിടുന്ന തരത്തിൽ ഒരു സുപ്രഭാതത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പൊ അത്രയും കാലം പബ്ലിക്കായിരുന്ന റോഡില്, കൃഷിക്കാരന്റെ കൃഷിസ്ഥലത്തിന്റെ അതിർത്തിയിൽ ഇങ്ങനെ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെടുന്ന എവിടുന്നാണ്? ആരെങ്കിലും അറിയാതെ വരില്ല. അപ്പൊ ഇതിന്റെ എല്ലാം പിന്നില് ഇങ്ങനെയുള്ള ഒരുപാട് അജണ്ടകൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ കാടിന്റെ അളവ് ഇനിയും കൂടാനാണ് സാധ്യത. രണ്ടാമത്തെ കാര്യം, കൃഷിയിൽ താല്പര്യമില്ലാതെ വരുന്നതിൻ്റെ ഒരു കാരണം അതിന് വിളവുകൾ ഈ മൃഗങ്ങളുടെ ശല്യം കാരണം കിട്ടുന്നില്ല, കിട്ടുന്നതിന് വിലയും കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കർഷകർ കൃഷി ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ആ കൃഷി ഭൂമി കാടായി മാറും. അപ്പോൾ നമുക്ക് ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില കുറച്ച് നിർത്തുന്നതുകൊണ്ട് ചില ഗുണങ്ങളുണ്ട് അവരെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ചല്ല. കാരണം അവിടെ ആ കർഷകർ കൃഷി ചെയ്യാതാവുകയും അത് കാടായി മാറുകയും ചെയ്യും. പിന്നെ മറ്റൊന്നുള്ളത്, ഇന്നിപ്പോൾ നമ്മുടെ ഈ കർഷകരായിരുന്ന കുടിയേറ്റ ക്രിസ്ത്യാനികളുടെ കുടുംബങ്ങളുടെ മക്കളുടെ എണ്ണം കുറഞ്ഞു. ഉള്ളവർ സാമാന്യം നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർ ഒന്നുകിൽ ഇന്ത്യയുടെ മറ്റു ഭാഗത്ത് അല്ലെ വിദേശങ്ങളിലേക്ക് പോകുന്നു, ജോലിക്കായിട്ട് പഠനത്തിനായിട്ട് തിരിച്ചു വരുന്നുമില്ല. സ്വാഭാവികമായിട്ടും മാതാപിതാക്കന്മാർ അവരുടെ പ്രായം ഒരു പരിധി കഴിയുമ്പോൾ പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ ആ സ്ഥലം വിൽക്കുന്നു. അവർ വേറെ എങ്ങോട്ടെങ്കിലും ചെറിയൊരു സ്ഥലം വാങ്ങി ടൗണിലേക്കോ അല്ലെ മക്കളോട് വിദേശത്തേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങൾ പിന്നെ കാടായി മാറുകയാണ് ചെയ്യുന്നത്. ഇന്നങ്ങനെ പല സ്ഥലങ്ങളും മാറുന്നുണ്ട്. ഒരു 10, 25, 30 കൊല്ലം കഴിയുമ്പോൾ ഇന്നുള്ള വയനാടിന്റെ അത്രയും ആയിരിക്കില്ല കാട്, അതിലൊക്കെ വളരെ കൂടുമെന്നുള്ളത് എനിക്ക് ഏതാണ്ട് ഉറപ്പാണ്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ക്രൈസ്തവ സമുദായത്തെ അല്ലേ? പ്രത്യേകിച്ച് ഈ ക്രിസ്മസ്, ഈസ്റ്റർ തിരുക്കർമ്മങ്ങളുടെ ഒക്കെ ഒരു ടൈമിംഗ് പോലും രൂപതയ്ക്ക് മാറ്റേണ്ടി വരുന്നുണ്ട്, പ്രത്യേകിച്ച് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട്. അത് വളരെ ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ? അതുകൊണ്ട് ഇപ്പൊ ഈ ദിവസങ്ങളിൽ, ഞാനിങ്ങനെ പോരുന്ന ഈ ദിവസങ്ങളിൽ തന്നെ അവിടെ കരടി ഇറങ്ങുന്നു, കടുവ ഇറങ്ങുന്നു, ആന സ്ഥിരമായിട്ടുണ്ട്, കുരങ്ങുകള്, മയിലുകള്, ഇതെല്ലാം നിരന്തരമായിട്ട് അവിടെ ഉണ്ട്. എൻ്റെ മുറിയുടെ
സൺഷെയ്ഡിലാണ് പലപ്പോഴും 2-3 മൈല് വിശ്രമിക്കുന്നത് രാത്രിയിൽ. അവർ രാവിലെ വച്ച് വെക്കുന്നത്. അപ്പം അത്രയും സർവ്വസാധാരണമായിട്ട് മാറി. അതുകൊണ്ട് ഈ ആനയും കടുവയൊക്കെ ഉള്ളപ്പോഴും നമുക്കറിയാം പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ കുർബാനയുടെ ഒക്കെ സമയം മാറ്റിയത്. കുറേ പള്ളിയിൽ നേരത്തെ തന്നെ മാറ്റിയിരുന്നു, പിന്നെ അത് പൊതുവാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അത് സ്വാഭാവികമായിട്ടും ഇനി രൂക്ഷമാകാനാണ് സാധ്യത. ഒന്ന്, ഇപ്പം ഈ മൃഗങ്ങൾക്ക് പേടിയില്ല ഒട്ടും. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അവരെ വെടിവെക്കും, അല്ലെ പടക്കം വെച്ച് അവരെ ഉപദ്രവിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അവർ വരികയില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, അവർ വരും. കാരണം അവരെ ഒന്നും ചെയ്യാൻ മേല. ഒരു മനുഷ്യനെ കൊന്നാൽ പോലും ജാമ്യമില്ലാത്തതല്ല കുറ്റം, ജാമ്യമൊക്കെ കിട്ടും. പക്ഷെ മൃഗത്തെ കൊന്നാൽ ജാമ്യമില്ലാത്ത കുറ്റമാണ്, ജയിലിൽ നിന്ന് ഇറങ്ങുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മൃഗങ്ങൾക്ക് അതറിയാമായിട്ടല്ല, പക്ഷെ എന്നും അവർ ഇറങ്ങുമ്പോൾ അവരെ ആരും ഉപദ്രവിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർക്ക് സ്വതന്ത്രമായിട്ട് വിഹരിക്കാമെന്നുള്ളതാണ്. അതുകൊണ്ട് അവരുടെ ശല്യം കൂടിക്കൂടിയേ വരികയുള്ളൂ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കാട്ടില് മൃഗങ്ങൾക്ക് ഒരു കടുവയ്ക്ക് ജീവിക്കാനായിട്ടൊരു നിശ്ചിത അളവ് ഭൂമി വേണം, പ്രദേശം വേണം. അതിൽ കൂടുതൽ കടുവയുടെ എണ്ണം വന്നു കഴിയുമ്പം ഇവർ തമ്മിൽ കടിപിടി ഉണ്ടാവും. കടിപിടി ഉണ്ടാക്കിയിട്ട് ശക്തന്മാർ മാത്രം അവിടെ നിൽക്കും, ബാക്കി ശക്തി ഇല്ലാത്തവർ പുറത്തള്ളപ്പെടും. അവരെവിടെയെങ്കിലും അന്വേഷിച്ച് പോകും. അപ്പൊ അവർക്ക് തിന്നാൻ വേണ്ടേ, കാട്ടിൽ കയറാൻ മേല മറ്റൊരു സമ്മതിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവർ നാട്ടിലേക്ക് ഇറങ്ങും. നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് പശുവിനെ ആടിനെല്ലാം പിടിക്കും. കാരണം ഇവർ ഈ പശുവിനെ ആടൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. മാത്രമല്ല അവർ അത്ര ഓടുമല്ല മറ്റു ജീവികളെ പോലെ. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ തേക്കും യൂക്കാലിയാണ് അവിടെ കൂടുതൽ. അതുകൊണ്ട് തേക്കും യൂക്കാലി നിൽക്കുന്നിടത്ത് ഒരിക്കലും അടിക്കാടുണ്ടാവില്ല. ഈ അടിക്കാടുണ്ടായെങ്കിൽ മാത്രമേ ചെറുമൃഗങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ തേക്കും യൂക്കാലും വെള്ളം ഒരുപാട് വലിച്ചെടുക്കും, ചൂട് കൂടും. ചൂട് കൂടിക്കഴിയുമ്പോൾ മൃഗങ്ങൾക്ക് അവിടെ കിടക്കാൻ പറ്റുകയില്ല. അപ്പൊ അവര് പുറത്തേക്ക് ഇറങ്ങും. പിന്നെ വേറെന്നുള്ള ഈ വവ്വാല്, ഈ മരങ്ങളുടെ എണ്ണം കുറഞ്ഞു കഴിയുമ്പോൾ അവർക്കൊരു നിശ്ചിത ആവാസ വ്യവസ്ഥ വേണം. അവർക്ക് മരങ്ങളില്ലാതെ വരുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങും. അല്ലെ തിന്നാനായിട്ട് പഴങ്ങൾ വേണം. അത് തിന്നാനില്ലാതെ വരുമ്പോൾ അവർ ഈ അടയ്ക്ക അങ്ങനെയുള്ള പറിക്കാൻ ഇറങ്ങും, അല്ലെ വാഴയ്ക്ക, മറ്റ് പഴങ്ങളൊക്കെ. അത് തിന്നിട്ട് അവിടെ കിടക്കും. അങ്ങനെയാണ് ഈ വവ്വാലുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ചുരുക്കത്തില് ഈ കാടിനെ നമ്മൾ കാടായിട്ട് സംരക്ഷിക്കാത്തത് കൊണ്ടാണ് ഇവർ വരുന്നത്. ഞാൻ മൃഗങ്ങളെ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങൾക്ക് അറിഞ്ഞുകൂടുന്നത് അവര് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതാണ്. പഴയ നിയമത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം, നോഹയുടെ പെട്ടകം ഉണ്ടാക്കിയപ്പോൾ ദൈവം പറയുന്നുണ്ട് എല്ലാത്തരം മൃഗങ്ങളും അതിനകത്ത് വേണം, ആണും പെണ്ണും. കാരണം എന്താണ്, അവർ ഒരെണ്ണം പോലും നശിപ്പിക്കപ്പെടാൻ പാടില്ല. ദൈവം സൃഷ്ടിച്ചെല്ലാം നല്ലതാണ്. അതുപോലെ തന്നെ എല്ലാത്തരം ജീവികൾക്കും നമ്മൾ ചോദിക്കുക എന്തിനാണ് ഈ പാമ്പിനെയും പഴുതാരെയും ഒക്കെ തീറ്റിപ്പോറ്റേണ്ട കാര്യം വല്ലതും ഉണ്ടോ? പക്ഷെ ദൈവം പറഞ്ഞ എല്ലാവർക്കും തിന്നാനുള്ള സാധനം അതിനകത്ത് വേണമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞ അർത്ഥം ദൈവം സൃഷ്ടിച്ച് എല്ലാം ഇവിടെ വളരണം. പക്ഷെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നമ്മൾ അതിക്രമിച്ച് കിടക്കാൻ പാടില്ല. അതിക്രമിച്ച് കിടക്കുന്നത് എങ്ങനെയാണ്? ഇതിപ്പോ നമുക്കറിയാം, സർക്കാർ തന്നെ കാട് വെട്ടി തേക്ക് വെക്കുന്നത്, യൂക്കാലി വെക്കുന്നത്, അത് കൃഷിക്കാരൊന്നും അല്ല. അപ്പൊ ഇത് ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പുറത്തേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ മനുഷ്യൻ പോകേണ്ടി വരും. ഇപ്പൊ ഈ പള്ളിയുടെ കുർബാനയുടെ സമയം മാറ്റിയതുപോലെ ഇനി സ്കൂളിന്റെ സമയം മാറ്റേണ്ടി വരും. ആരറിഞ്ഞു? ഇന്ന് നമ്മുടെ ഒരുപാട് പിള്ളേർ നടന്നിട്ടാ പോവുക. ബസ്സിനൊന്നും എല്ലാവരും ബസ്സിനല്ല പോകുന്നത്. മാത്രമല്ല ഇവര് നടന്നു പോകുന്ന വഴിക്ക്, ബസ് കയറാൻ പോകുന്ന വഴിക്ക് പോലും സാധാരണ വെളിമ്പ്രദേശമാണ് ഇവർ വരുന്നത്. ഇന്നിപ്പോ ഞങ്ങളുടെ അടുത്ത് ഈ കരടി വന്നു, പലരുടെയും വീട്ടിൽ കയറി. ഒരു പള്ളിയുടെ മുറിയിൽ, അച്ഛന്റെ മുറിയിൽ കയറി, അടുക്കളയിൽ കയറി അവര് തേനും എണ്ണയെല്ലാം എടുത്തുകൊണ്ട് പോയി. നമുക്ക് ഈ കരടി എന്തുകൊണ്ടാണ്? അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് അങ്ങനെയുള്ള സാധനങ്ങളാണ്. തേൻ, അതുപോലെ തേനട, അല്ലെ ഇത്. കാട്ടിൽ തേൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? തേനീച്ച വേണം. തേനീച്ച വരണമെങ്കിൽ എന്ത് വേണം? പൂ വേണം. അവർക്ക് ഇത് ശേഖരിക്കണ്ടേ? തേൻ ശേഖരിക്കും. പൂവില്ലാതെ വരുമ്പോൾ തേനീച്ച ഇല്ല, തേനീച്ച ഇല്ലാതെ വരുമ്പോൾ തേനില്ല, തേനില്ലാതെ വരുമ്പോൾ കരടിക്ക് ഭക്ഷിക്കാൻ ഭക്ഷണമില്ല. അപ്പൊ ഒരു ഭക്ഷണം അന്വേഷിച്ച് നാട്ടിൽ ഇറങ്ങും. അതിനവരെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. ആരാണ് ആത്യന്തികമായിട്ട് ചെയ്യേണ്ടത്? സർക്കാരാണ്. ഈ കാട് കാടായിട്ട് നിൽക്കുന്നു എന്ന് സർക്കാർ ഉറപ്പുവരുത്തണം. അത് ഞാൻ പറയും, ഇപ്പൊ തേക്കും യൂക്കാലും വെട്ടിക്കളഞ്ഞ് ഈ സാധാരണ സ്വാഭാവിക കാട് വളരാൻ അനുവദിക്കുക തന്നെ വേണമെന്നുള്ള ആശയം എനിക്കുള്ളൂ. വയനാട് നമുക്കറിയാം പിതാവേ, ഈ പൊളിറ്റിക്കലി നോക്കുമ്പോൾ ഒരു നാഷണൽ അറ്റൻഷൻ കിട്ടിയിരിക്കുന്ന ഒരു പ്രദേശമാണ് വയനാട്. അപ്പോൾ ഇത്രത്തോളം വലിയൊരു ആശങ്കയിലൂടെ, പ്രതിസന്ധിയിലൂടെ വയനാട് ജനത കടന്നു പോകുന്നു. അപ്പോൾ ഈ ആശങ്കകളൊക്കെ ഈ ഭരണ നേതൃത്വങ്ങളെ അറിയിച്ചിട്ട് അവർ വേണ്ടത്ര രീതിയിൽ അത് പരിഗണിക്കുന്നില്ല എന്നൊരു പരിഭവം അങ്ങേക്കുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാനിപ്പോ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഉള്ള എം പിയോടും ഇതിനു മുമ്പുള്ള എം പിയോടും MLA-മാരോടും മാത്രമല്ല മന്ത്രിമാരോടടക്കം ഈ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ഞങ്ങളുടെ MP-മാര് അവര് ഈ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചിട്ട് എല്ലാവരെയും കാണാൻ വരുമ്പോൾ പറഞ്ഞൊക്കെ ഒരു കാര്യമാണ്. ഒന്ന്, ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള അവസരമില്ല. 6 മണിയായാൽ 2-3 റോഡുകൾ അടയ്ക്കും കർണാടകത്തിലേക്ക്. പിന്നെ 9 മണിയായാൽ വേറൊരു റോഡ് അടയ്ക്കും. പിന്നെ പിറ്റേ ദിവസം 6 മണിക്ക് തുറക്കുകയുള്ളൂ. ഇതിനോട് ഇടകണ്ട് ഞങ്ങൾ ഒരു ആശുപത്രി പോകാൻ വരും പറ്റുന്നില്ല. അത്യാവശ്യമായിട്ട് നമ്മൾ വന്നാൽ അതിർത്തി കിടക്കേണ്ടി വരുന്നു കാട്ടില്. അപ്പോൾ ഇത് വല്ലാത്തൊരു, ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഇതിനെന്ത് പരിഹാരം ഉണ്ടാക്കണം.
രണ്ടാമത്തെ കാര്യം, അതുപോലെ ഈ കാടും നാടും തമ്മിൽ വേർതിരിക്കാനായിട്ട് കാട് സർക്കാരിൻ്റെയാണ്, കാട്ടുമൃഗ സർക്കാരിൻ്റെയാണ്. അങ്ങനെയാണ് സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് ഈ കാടിനെ വേർതിരിച്ച് മൃഗങ്ങളെ കാട്ടിൽ നിർത്താനായിട്ട്. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എവിടം വരെയാണ് കാടുള്ളത്? അതിൻ്റെ അതിർത്തി കാണിച്ചതാണ്. എവിടം വരെയാണ് ഈ മൃഗങ്ങൾക്ക് വരാൻ അവകാശമുള്ളത്? കാട്ടിലല്ലേ ഉള്ളൂ, നാട്ടിലേക്ക് ഇറങ്ങാൻ അവകാശമില്ല. എൻ്റെ വീട്ടിലെ എൻ്റെ പട്ടി വേറെ അയൽവക്കാരനെ കടിച്ച ഞാൻ ശിക്ഷ മേടിക്കും. അങ്ങനെയെങ്കിൽ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നിന്ന് സർക്കാരിൻ്റെ മൃഗം എൻ്റെ പറമ്പിലേക്ക് ഇറങ്ങി എൻ്റെ പശുവിനെ പിടിച്ചാൽ സ്വാഭാവികമായിട്ടും സർക്കാർ ശിക്ഷിക്കപ്പെടുന്നു. വേണ്ടേ? അതാണല്ലോ അതിൻ്റെ ന്യായം. അങ്ങനെയല്ലേ? അതവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരോട് പറയാറുണ്ട്, എപ്പോഴും ചോദിക്കാവുന്ന ഒരു കാര്യമാണ്, ഇതിന് നിങ്ങൾക്ക് എന്ത് പരിഹാരമുണ്ട് പറയും. എല്ലാവരും എല്ലാം വാഗ്ദാനം ചെയ്തു പോകും, പക്ഷെ ഒന്നും സംഭവിക്കില്ല. നമുക്കറിയാം, ഇത് ഈ പാർലമെന്റിൽ 2 ചോദ്യം ഉന്നയിച്ചാൽ ഇത് ശരിയാകുകയില്ല. പകരം എന്ത് ചെയ്യണം? ഇതിന്റെ നിയമങ്ങൾ ഇവർ പഠിക്കണം. പഠിച്ചിട്ട് അതിന് അനുസൃതമായിട്ടുള്ള രേഖകൾ തയ്യാറാക്കി ഓഫീസിൽ കയറി ഇറങ്ങണം. MP-മാരെ MLA-മാരെ എന്തിന് ജനം തിരഞ്ഞെടുക്കുന്നു? അവര് ഈ ജനത്തിന്റെ പ്രശ്നങ്ങൾ പഠിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസുകളിൽ പോയി അവരെ കണ്ട് അത് നടത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പാർലമെന്റിലോ നിയമസഭയിലോ പറഞ്ഞത് കൊണ്ട് മാത്രം എന്തെങ്കിലും നടക്കുമോ? നടക്കുകയല്ല. അതിന്റെ ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ ഇവർ ചെയ്യിക്കണം. അതിന് പകരം ഈ ഓഫീസുകളൊന്നും കയറാതെ വെറുതെ ഒരു ചോദ്യം പാർലമെന്റിലും നിയമസഭയിലും ചോദിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ പാർലമെന്റിൽ നിയമസഭയിൽ എല്ലാത്തിനും പങ്കെടുക്കുന്നുണ്ട്, അതുമില്ല. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ രീതിയിൽ മാത്രമേ നടക്കുള്ളൂ. അത് നമ്മുടെ തലങ്ങളിലൊന്നും നടക്കുന്നില്ല എന്നുള്ളൊരു ദുഃഖം എനിക്കുണ്ട്. പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം രാഷ്ട്രീയ വിഷയമായിക്കോട്ടെ, സാമൂഹിക വിഷയമായിക്കോട്ടെ, അതിനെപ്പറ്റി ഒരു വ്യക്തവും കൃത്യമായിട്ടുള്ള നിലപാട് പിതാവ് പലപ്പോഴും പറയാറുണ്ട്. അത് പൊതുവേദികളിലായിക്കോട്ടെ, സ്വകാര്യ സംഭാഷണങ്ങളിലായിക്കോട്ടെ. ഒപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പൾസ് പിതാവിന് കൃത്യമായിട്ടൊരു അപ്ഡേറ്റഡ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിതാവ് ഒരു രൂപതയുടെ ഒരു ഇടയനാണ്, ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്, തിരക്കുണ്ട്. ഇതിന്റെ എല്ലാം ഇടയിൽ ഇത്രത്തോളം ഈ സമകാലിക വിഷയങ്ങളെ കുറിച്ച് ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ എങ്ങനെ സാധിക്കും? ഒന്നാമത്തെ നമ്മുടെ ഒരു ടൈം മാനേജ്മെന്റ് വേണമെന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ രൂപതയിലെ പള്ളിയിലെ പെരുന്നാളുകൾക്ക് പോകാറില്ല. കാരണം അത് ബിഷപ്പ് പോയില്ലെങ്കിൽ കുഴപ്പമില്ല. അതേ സമയത്ത് ഞാൻ പറയുന്ന വാക്കുകൾ അത് തെറ്റിപ്പോകാൻ പാടില്ല. മാത്രമല്ല, ഒരു ലീഡർഷിപ്പിൽ, നേതൃത്വത്തിൽ നയിക്കുന്ന പൊസിഷനിലുള്ള ഒരാൾക്ക് നയിക്കാൻ അറിവ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടായേ പറ്റുള്ളൂ. ഇന്നുണ്ടാകുന്ന മാറ്റങ്ങൾ, ഡെവലപ്മെന്റ്സിനെ കുറിച്ച് എനിക്ക് നല്ല ഗ്രാഹ്യം വേണം, എങ്കിലേ എൻ്റെ ജനത്തോട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലേ കർത്താവ് പറഞ്ഞിട്ടില്ലേ, അന്ധനെ വഴി നയിച്ചാൽ എങ്ങനെ ഇരിക്കും? രണ്ടുപേരും കുഴി വീഴുകയുള്ളൂ. അപ്പോൾ ഞാനൊരു അന്ധനായിട്ട് അന്ധരെ നയിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? രണ്ടുപേരും വീഴും. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ അറിവുണ്ടാകണം. ഈ അറിവ് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നു, അത് ഞാൻ പറഞ്ഞത് ഈ ബൈബിൾ വായിക്കുന്ന പോലെ ഞാൻ ബിഷപ്പ് സോഴ്സിലുണ്ട് നിർബന്ധമായിട്ട് ഒരു 5 പത്രം വായിച്ചിരിക്കും. ഞങ്ങൾക്ക് എല്ലാ പാർട്ടിക്കാരുടെയും പത്രമുണ്ട്, 9, 10 പത്രമുണ്ട്. അതിലൊരു 5 എണ്ണമെങ്കിലും രാവിലെ ഞാൻ വായിച്ചിരിക്കും. പിന്നെ നേരെ കിട്ടും ബാക്കികൾ വായിക്കും. എല്ലാ ചാനലുകളും ഞാൻ ഓടിച്ച് കാണാറുണ്ട്. വൈകുന്നേരം കാണും, രാവിലെ വെളുപ്പിന് ഞാൻ വളരെ 4 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണ് എല്ലാ ദിവസവും. ഇന്ന് നേരത്തെ ഏറ്റു, 2:45 ഏറ്റു. ഇന്ന് ഞാൻ TV കണ്ടിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ TV കാണുന്നത് എല്ലാം ഇങ്ങനെ വിശദമായിട്ട് കാണുന്ന അർത്ഥത്തിലല്ല, എല്ലാം ഒന്ന് ഓടിച്ചു നോക്കും. തലേ ദിവസത്തിന്റെ റിപ്പറ്റേഷൻ ആയിരിക്കും രാവിലെ വരുന്നത്, പിന്നെ രാത്രിയും കുറെ കാണും. അത് അധികം നേരം ഒന്നും കാണില്ല. അപ്പൊ എല്ലാം ഏതാണ്ട് ഒരു രൂപം കിട്ടും. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ ന്യൂസുകൾ വരും. അതിങ്ങനെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും, അല്ല വായിച്ചുകൊണ്ടിരിക്കും. പിന്നെ യൂട്യൂബ് ചാനൽസ് ഒരുപാടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ നടക്കാൻ പോവുകയാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ, 1 മണിക്കൂർ നടക്കും. അതിനോട് ഇടകണ്ട് മിനിമം 1 ടോക്കെങ്കിലും കേട്ടിരിക്കും എല്ലാ വിഷയങ്ങളെക്കുറിച്ചും. അതുപോലെ തന്നെ ഞാൻ രാവിലെ എക്സസൈസ് ചെയ്യുന്നുണ്ട് 1 മണിക്കൂറോളം. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഇത് കേട്ടോണ്ടിരിക്കും. അപ്പൊ ചുരുക്കത്തില് ഇന്നത്തെ ഈ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഏതാണ്ട് ഒരു ഗ്രാഹ്യം കിട്ടും. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ സാമ്പത്തിക രംഗം, രാഷ്ട്രീയ രംഗം, അല്ലെങ്കിൽ ഈ സാമ്പത്തിക രംഗത്ത് വരുന്ന മാറ്റങ്ങൾ, ഡിജിറ്റലൈസേഷൻ, ഞാൻ എല്ലാം പരീക്ഷിച്ച് നോക്കുന്ന ആൾ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണമായിട്ട് ഇന്ന് പത്രത്തിൽ കാണുകയാണ്, ഓക്കെ നമുക്ക് ഇന്ന് മുതൽ ഡിജിറ്റൽ രൂപ തരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ഉടനെ അത് എൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് പരീക്ഷിച്ച് നോക്കും. ഇപ്പൊ എൻ്റെ ഫോണിൽ ഏതാണ്ട് 2000-നടുത്ത് രൂപ ഡിജിറ്റൽ രൂപയുണ്ട്. ഒരു പക്ഷേ വേറെ ആർക്കും കാണണമെന്നില്ല. കാരണം ഞാനതെടുത്ത് പരീക്ഷിച്ച് നോക്കി. എൻ്റെ ഒരു അക്കൗണ്ട് കാനറ ബാങ്കിലാണ്, കാനറ ബാങ്കിന് അതുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഞാൻ എല്ലാ രൂപയുടെയും 1 വീതം, പിന്നെ കോയിന്റെ ഓരോന്ന് വീതം ഡൗൺലോഡ് ചെയ്ത്, അപ്പൊ ഏതെങ്കിലും ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഇതാ ഡിജിറ്റൽ രൂപ എന്ന് പറയുന്നത്, ഇതിങ്ങനെയാണ് ട്രാൻസാക്ട് ചെയ്യുക, ഇതിങ്ങനെയാണ് നമുക്ക് എടുക്കാൻ പറ്റുക.
അപ്പൊ ചുരുക്കത്തില് ഈ എൻ്റെ ജനതയെ ഞാൻ നയിക്കണമെങ്കിൽ എനിക്ക് ഏറ്റവും പുതിയ അറിവ് വേണം. അതൊരു ഡിറ്റർമിനേഷനാണത്. അത് ഞാൻ ചിലപ്പോൾ ചെവി വെച്ച് ഇതെന്നെ പറയുന്നത് ഈ ഇയർഫോൺ വെച്ച് കേട്ടോണ്ടിരിക്കുന്നത്, അതിനിടയ്ക്ക് വേറെ ജോലി ചെയ്യും. ചുരുക്കത്തില് ഇങ്ങനെ വായന, കേൾവി, പിന്നെ ഈ പറഞ്ഞ പോലെ പുതിയ പുസ്തകങ്ങൾ വായിക്കുക. ഇപ്പൊ ഉദാഹരണമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിന്റെ അപകടം എന്താണ്, അതിന്റെ നന്മ എന്താണ്, അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഞാനിപ്പോൾ അതേക്കുറിച്ച് 2 പുസ്തകം വായിച്ചു, ഒരു 10-20 ടോക്കുകൾ കേട്ടു. അപ്പൊ തന്നെ ഏതാണ്ട് ഒരു ഗ്രാഹ്യം കിട്ടി ഇതെങ്ങോട്ടാ പോകുന്നത്. അപ്പൊ അതേക്കുറിച്ച് വളരെ ചുരുക്കമായിട്ട് എനിക്ക് മനസ്സിലായത്, ഇതൊരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ്. ഈ കൊച്ചു കുഞ്ഞ് ഏത് തരത്തിലുള്ള ഒരു ധാർമ്മികതയുമായിട്ട് വളർന്നു വരണമെന്ന് അതിനെ കിട്ടുന്ന ആളുകളാണ് തീരുമാനിക്കുന്നത്. ഒരു അനാഥ കുട്ടിയാണെങ്കിൽ നല്ലൊരു കുടുംബത്തിലാണ് വളരുന്നതെങ്കിൽ നല്ല സ്വഭാവം കിട്ടും. ഒരു കള്ളന്റെ കുടുംബത്തിലായിട്ടെങ്കിൽ മിക്കവാറും ആ സ്വഭാവമായിരിക്കും കിട്ടുക. ഇതുപോലെ തന്നെയാണ് ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതുകൊണ്ട് ഈ ധാർമ്മികമായിട്ട് ഇത് നല്ല രീതിയിൽ നെറ്റ് മുമ്പോട്ട് പോകണമെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യർ ഇതിനകത്ത് ചാടി വീണേ മതിയാകൂ. പിതാവ് പറഞ്ഞ വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം, വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു പിതാവ് പറഞ്ഞത്. ഇപ്പൊ ഇത്തരത്തിലൊരു അപ്ഡേഷന്റെ കുറവാണോ പിതാവ്, പ്രത്യേകിച്ച് ഈ സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച്, നിലവിലെ സാമൂഹ്യ സാഹചര്യങ്ങളെ കുറിച്ചുള്ളൊരു അപ്ഡേഷന്റെ കുറവാണ്? പലപ്പോഴും നമ്മുടെ ക്രൈസ്തവ സമുദായത്തിലെ പലരും ഈ വഴിതെറ്റിപ്പോകും. നമുക്കറിയാം, പ്രണയക്കണികളുണ്ട്, ലഹരിയുമായി ബന്ധപ്പെട്ട കണികളുണ്ട്, അപ്പോൾ ഈ രാഷ്ട്രീയ മേഖലകളിൽ നമുക്ക് കിട്ടുന്ന അവഗണനകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു അപ്ഡേഷൻ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഈ സമകാലിക വിഷയങ്ങളെ കുറിച്ച് അധികം ശ്രദ്ധിക്കേണ്ട, അത് ആ വഴിക്ക് നടക്കും, നമ്മുടെ കാര്യങ്ങളായിട്ട് പോകുന്നു. ആ ഒരു നിസ്സംഗത മനോഭാവം ഈ ക്രൈസ്തവ സമുദായത്തെ വലിയൊരു അപകടത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുമെന്നൊരു തോന്നൽ അങ്ങേക്കുണ്ടോ? എത്തിക്കുമെന്നല്ല, അത് എത്തിക്കുമെന്നുള്ളതൊന്നല്ല, അത് എത്തിച്ചു എന്നുള്ളതൊന്നല്ല എനിക്കുള്ളത്. അതായത് നമുക്ക് പറ്റിയത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ സമുദായവും സഭയും ഒന്നായിട്ട് കാണാൻ തുടങ്ങി. അത് രണ്ടും രണ്ടാണ് എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. എന്നും അങ്ങനെ ഞാൻ ചിന്തിക്കുന്നത്. സമുദായത്തിന്റെ നേതൃത്വം അൽമാരുടെ കയ്യിലായിരിക്കണം, സഭയുടെ നേതൃത്വം ഈ വൈദികരുടെ അല്ലെങ്കിൽ മെത്രാന്മാരുടെ കയ്യിൽ എന്ന് പറയുമ്പോൾ, ഞാൻ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യാനല്ല, എനിക്കതിൽ എക്സ്പെർട്ടീസ് ഇല്ല. അപ്പോൾ ഞാനൊരു പ്രൊക്രേറ്റർ ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സ് പ്രവർത്തിക്കുന്നത് ഒരു സാമ്പത്തിക വിദഗ്ധന്റെ രീതിയിലല്ല, അതൊരു വൈദികന്റെ രീതിയിലാണ്. എന്നെ കാണുന്നതും മറ്റുള്ളവർ കാണുന്നതും വൈദികനായിട്ടാണ്, സാമ്പത്തിക വിദഗ്ധനായിട്ടല്ല. അതുകൊണ്ട് തന്നെ അതിന് വലിയ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഞാൻ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും ഏറ്റവും ആത്യന്തികമായിട്ട് ഞാൻ എടുക്കുന്നത് ഈ സാമ്പത്തിക നോട്ടത്തെ അതല്ല, നേരെ മറിച്ച് വേറെ തരത്തിലൊരു ധാർമ്മികതയാണ്. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്ന് വെച്ചാൽ ധാർമ്മികത വേണ്ടെന്നല്ല, പക്ഷെ ഞാനതിന് തീരുമാനം എടുക്കുമ്പോൾ എന്നെ നയിക്കുന്ന ചില ഘടകങ്ങളുണ്ട്, അത് ഞാൻ അറിയണം. ഇപ്പൊ ഉദാഹരണമായി ടാക്സേഷൻ. അപ്പോൾ ഈ ടാക്സേഷനെ സംബന്ധിച്ച് ഇന്ന് എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ പുതിയ നിയമം വരുന്നുണ്ട്. ഇത് എല്ലാം ഒരു വൈദികന് പറ്റില്ല. വൈദികന്റെ ഒരു തിയോളജിക്കൽ ഫിലോസോഫിക്കൽ പശ്ചാത്തലത്തിൽ ഇത് മനസ്സിലാക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിന് വേറെ എക്സ്പെർട്ടീസ് ഉള്ളവർ വേണം. അതിന് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഒരുപക്ഷെ ഒരു അൽമായരുടെ ഒരു സംഘം തന്നെ വേണ്ടി വരും, രൂപതയുടെ ആണേലും സ്ഥാപനങ്ങളുടെ ആണേലും. അതുപോലെ ഈ പറഞ്ഞ രീതിയിൽ എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയത്തിൽ എനിക്ക് ഇടപെടാൻ പരിമിതികളുണ്ട്. ഒരു MLA എന്ന നിലയിൽ എനിക്ക് പോയി ഇരിക്കാൻ പറ്റില്ല നിയമസഭയിൽ, അത് നിയമവിരുദ്ധമാണ്. അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് വരുമ്പോൾ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യരുത് അല്ലെ ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അത് നിയമവിരുദ്ധമാണ്. ഞാൻ പള്ളിയിൽ പറഞ്ഞാൽ പുറത്ത് പറഞ്ഞാൽ അന്നേരം അറസ്റ്റാണത്. അതേ സമയത്ത് വേറെ ഒരു അൽമായം പോയി പറഞ്ഞ ഒരു പ്രശ്നവും ഇല്ല, ഇനി ആ വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അയാൾക്ക് അവകാശമുണ്ട് അതിന്. അതുപോലെ അവർക്കേ തെരഞ്ഞെടുക്കപ്പെട്ട് പാർലമെന്റിലൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സമുദായത്തിന്റെ കാര്യം അവരാ പറയേണ്ടത്. ഇവിടെ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈസ്തവ സമുദായത്തിന് പറ്റിയ വലിയൊരു അപകടം ഈ സമുദായത്തിലുള്ളൊരു പല പാർട്ടിയിലായിപ്പോയി. അപ്പോൾ ഒരു ഒന്നിച്ചുള്ള ഒരു സ്വരം കേൾപ്പിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അതിന് പറ്റുന്ന ആരാണ്? ഈ മിത്രാന്മാരും അല്ലെങ്കിൽ അച്ഛന്മാരും ഒക്കെ. അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ കയ്യിൽ വന്നു ചേർന്നത്. അങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും അവരെ വന്ന് കാണുന്നേ. ഞാനതുകൊണ്ട് ചെയ്തിരിക്കുന്നത്, ഞാൻ പറയാറുണ്ട്, എനിക്ക് രാഷ്ട്രീയത്തോട് താല്പര്യമുണ്ട്, പക്ഷെ ഞാനല്ലത് കൈകാര്യം ചെയ്യുന്നത്, എനിക്ക് പരിമിതികളുണ്ട്. അപ്പൊ ഞാനതുകൊണ്ട് ഒരു രാഷ്ട്രീയകാര്യ സമിതിയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ രാഹുൽ ഗാന്ധി വന്നാലും അല്ലെ വേറെ ആര് വന്നാലും ഞാൻ പറയും, ദയവ് ചെയ്ത് നമ്മൾ ഒരു സൗഹൃദ സംഭാഷണം ഞാൻ നടത്താം, പക്ഷെ ഈ രാഷ്ട്രീയ കാര്യം ഞാൻ സംസാരിക്കില്ല, അത് അവരോട് ചോദിച്ചോളാം. അപ്പൊ അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എംപവർ ചെയ്യപ്പെട്ടു. ഇന്നിപ്പോ മുഖ്യമന്ത്രി വിളിക്കുകയാണെങ്കിൽ അവരെ വിളിക്കില്ല, എന്നെ വിളിക്കല. അല്ലെ എൻ്റെ ഒരു അപ്പോയിന്റ്മെന്റ് വേണമെങ്കിൽ അവരോടാ പറയുക, ഞങ്ങൾക്കൊരു അപ്പോയിന്റ്മെന്റ് വേണമെന്ന് അവർ കൂട്ടിക്കൊണ്ടുവരും എൻ്റെ അടുത്ത്. സ്വാഭാവികമായിട്ടും അവർക്ക് ആ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള വലിയൊരു സാഹചര്യം വന്നു ചേർന്നു. ഇതുപോലെ ഈ സമുദായ നേതൃത്വത്തെ നമ്മൾ ശക്തിപ്പെടുത്തണം, എങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ, അല്ലെ നടക്കുകയില്ല. അല്ലെ ഇത് പരാജയപ്പെടും. ഇനി
ഇപ്പൊ ഏതൊരു രാഷ്ട്രീയക്കാരനും വരുമ്പോൾ എനിക്ക് നല്ല നിലയിൽ വർത്തമാനം പറയാൻ പറ്റുള്ളൂ, അല്ലാതെ തട്ടിക്കയറാനൊന്നും പറ്റില്ല. അതേ സമയത്ത് ഇതിനു വേണ്ടിയുള്ള ഒരു അൽമാരുടെ ഒരു സംഘം, ഒരു കമ്മിറ്റി ആണെങ്കിൽ അവർക്ക് കാര്യം പറയാം, നേരെ മുഖത്ത് നോക്കി പറയാം. അപ്പം അതങ്ങനെ വന്നാൽ മാത്രമേ ശരിയാവുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ സമുദായത്തിന്റെയും സഭയുടെ നേതൃത്വം രണ്ടാവണം. അത് സഭയുടെ ഈ രാഷ്ട്രീയ നിലപാട് മാത്രമല്ല, സാമ്പത്തിക കാര്യങ്ങൾ പോലും. പക്ഷെ ഇതിനൊരു വലിയ തടസ്സം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ കാനലുമാണ്. ഈ കാനലും അനുസരിച്ച് എല്ലാത്തിനും തലപ്പത്ത് ബിഷപ്പാണ്. എന്ത് രാഷ്ട്രീയകാര്യ സമിതി ഉണ്ടെങ്കിലും എന്ത് സാമ്പത്തിക കാര്യ സമിതി ഉണ്ടെങ്കിലും ലാസ്റ്റ് വേർഡ് ബിഷപ്പിൻ്റെതായി മാറും. ഈ ബിഷപ്പ് എന്താ ചെയ്യുന്നേ? അപ്പൊ അതുകൊണ്ട് അവരൊരിക്കലും ഒരു ലാസ്റ്റ് വേർഡ് പറയല്ല, ഒരു പിതാവ് പറയട്ടെ. പക്ഷെ പിതാവിന് പറയാൻ നേരം കിട്ടണമെന്നില്ല, അറിയണമെന്നുമില്ല. അങ്ങനെ വലിയൊരു പ്രശ്നം നമ്മുടെ സഭയിലാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന എപ്പോഴും ഈ സമുദായ നേതൃത്വമാണ് അതിലേക്ക് കൂടുതൽ വരേണ്ടത്. അത് അൽമായർ തന്നെയാണ്. മാത്രമല്ല, നമ്മൾ വചനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ നടപടി പുസ്തകത്തിൽ ശ്ലീഹന്മാരുടെ അടുത്ത് വിധവകളായിട്ടുള്ള ഗ്രീക്കുകാർ ഒന്ന് പരാതി പറയുന്നത്, ഞങ്ങൾ ഭക്ഷണ കാര്യത്തിൽ വിതരണത്തിൽ ഞങ്ങൾക്ക് പക്ഷപാതം നേരിടുന്നു. അപ്പൊ അവരെന്താ പറഞ്ഞത്? മക്കളെ, എന്നാൽ പിന്നെ ഞങ്ങള് നിങ്ങൾക്കെല്ലാം വിതരണം ചെയ്യാൻ വരാമെന്നല്ല പറഞ്ഞ്, പകരം പറഞ്ഞത് നിങ്ങളുടെ കൂടെ ആത്മാവുകൊണ്ട് നിറഞ്ഞവര്, സുസമ്മതര്, നല്ലവരായിട്ടുള്ളവരുണ്ട്, അവരെ കൊണ്ടുപോവാ, അവരുടെ മേൽ ഞങ്ങൾ കൈകൾ വെച്ച് പ്രാർത്ഥിച്ച് അവരതൊക്കെ ചെയ്തോളും. ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും വ്യാപൃതരായിരുന്നു കൊള്ളാം, അത് മതി. അപ്പൊ എനിക്കിന്ന് പറ്റുന്ന അവസ്ഥ എന്താണ്? ഞാനിങ്ങനെ വാശി പിടിച്ചിട്ടാണ് എനിക്ക് രാവിലെ ഇച്ചിരി ബൈബിൾ വായിക്കാൻ പറ്റുന്നത്, പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. പക്ഷെ ഈ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഒന്നിനും പറ്റിയല്ല. നമ്മുടെ സഭയിൽ പ്രശ്നങ്ങൾ തീരാതിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കാനും ഈ വിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യാനും അതനുസരിച്ച് രൂപീകരിക്കപ്പെടാനും വേണ്ടപ്പെട്ടവർക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. അതിന് സാധിക്കാൻ മറ്റുള്ളവർ അവസരം കൊടുക്കുകയും വേണം. ഒപ്പം പിതാവേ, നമുക്കറിയാം നമ്മുടെ ഈ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ സമുദായ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാം, സമുദായ ബോധം വേണമെങ്കിൽ സമുദായത്തോടുള്ളൊരു സ്നേഹം വേണം, സമുദായത്തിന്റെ ഒരു ചരിത്രം, സമുദായത്തിന്റെ ഒരു സംഭാവന മനസ്സിലാക്കണം. ഒപ്പം തന്നെ ആധുനിക കാലഘട്ടത്തിൽ ഈ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു അവബോധം വേണം. അപ്പോൾ ആ ഒരു ആംഗിൾ നോക്കും. നമ്മുടെ യുവതലമുറയുടെ കാര്യമൊക്കെ നമുക്കറിയാവുന്നതുപോലെ ഈ സമുദായ ബോധം വളരെ ശോഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ വിശ്വാസ പരിശീലന മേഖലയിൽ ഒരു കാലോചിതമായിട്ടുള്ള മാറ്റം അനിവാര്യമല്ലേ? നമ്മളൊരു കൺവെൻഷണൽ ശൈലിയിൽ പോകുന്നു. പക്ഷേ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പ്രണയക്കണികൾ, ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ നാളുകളിലും സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ കുറിച്ച് അതിന്റെ കൃത്യമായിട്ടുള്ളൊരു അവബോധം, അത്തരത്തിലൊരു അപ്ഡേഷനിലേക്ക് നമ്മുടെ വിശ്വാസ പരിശീലനം, നമ്മുടെ ഇടവക കേന്ദ്രീകരിച്ചുള്ള പ്രബോധനങ്ങളും നമ്മുടെ ഞായറാഴ്ച പ്രസംഗങ്ങളും ഒക്കെ ഒന്ന് മാറേണ്ട ഒരു കാലം അതിക്രമിച്ചിട്ടില്ല. ഇതാണ് ഇതിനകത്ത് ഒരു പ്രശ്നം ഞാൻ കാണുന്നത്, ആർക്കും എന്തിനെതിരെയും കേസ് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണുന്നത്, ചിലർ കേസ് കൊടുത്താൽ പെട്ടെന്ന് അത് എടുക്കും, ചിലർ 100 കേസ് കൊടുത്താൽ എടുക്കുകയില്ല. അങ്ങനെ വളരെ പക്ഷപാതപരമായ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. കുറച്ചു കാലം മുമ്പ് രൂപതയില് ഒരു മതബോധന ഗ്രന്ഥത്തില് 1-2 വാചകം ഉണ്ടായിരുന്നു. അത് ഒരു വലിയൊരു സമുദായം ഒരു കൂട്ടം അങ്ങ് ചെന്നിട്ട് ഘരാവ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ പോലീസിന്റെ അടുത്തൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം അത് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു ധ്യാനപ്രസംഗന ഒരു അച്ഛനൊരിക്കല് ടിപ്പു സുൽത്താനെ കുറിച്ച് പറഞ്ഞൊരു പരാമർശം നിങ്ങളൊക്കെ കേട്ട് കാണും. ധ്യാനത്തിനിടയിൽ ആരാണിത് എടുത്ത് അയച്ചത്? സ്വാഭാവികമായിട്ടും വേറെ മറ്റു മതസ്ഥരൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെ പോലും ചെയ്യുന്നു. അതുകൊണ്ട് നമുക്കിങ്ങനെ ഈ രാഷ്ട്രീയമായിട്ടും ഒക്കെ വളരെ പക്ഷപാതപരമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു പുസ്തകത്തിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു പ്രസംഗത്തിൽ കൊണ്ടുവരാനും ബുദ്ധിമുട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഭരണഘടന അനുസരിച്ച് അത് തെറ്റൊന്നുമല്ല അങ്ങനെ പറയുന്നത്. പക്ഷെ അതിനെ അങ്ങനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിന്റെ പ്രശ്നം. ഒന്ന്, അതുകൊണ്ട് തന്നെ ഈ വേദപാഠ പുസ്തകത്തിലും പ്രസംഗങ്ങളിലൊന്നും ഇത് കൊണ്ടുവരാൻ പറ്റുന്നില്ല. 2, നമ്മുടെ ഈ ഒരു രഹസ്യാത്മകത ഒന്നുമില്ല നമ്മുടെ പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ മതപരമായ പ്രസംഗങ്ങളിലോ ഒന്നും. അത് ആർക്കും കേൾക്കാവുന്നതാണ്. നമ്മൾ വളരെ മാന്യമായിട്ടേ പറയാറുള്ളൂ. അത് നമ്മൾ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഈ സെക്കുലറിസം എന്ന് പറയുന്നതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, വർഗീയത എന്ന് പറയുന്നതിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ ഞാൻ എൻ്റെ മതത്തിലായിരിക്കുന്നത്. അത് ഏറ്റവും നല്ലതാണെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലേ. എൻ്റെ മതം നല്ലതാണെന്ന് ഞാൻ പറയുന്നതുകൊണ്ട് എന്താ കുഴപ്പമിരിക്കുന്നത്? അത് പൗലോസിലേ പറയുന്നൊരു കാര്യമുണ്ട്. തിമോത്തിയോസിന് 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം പറയും, നമ്മുടെ മതത്തിന്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പറയുന്നു. അത് പറയുന്നത് തന്നെ കുഴപ്പമിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ മതത്തിന്റെ രഹസ്യം ശ്രേഷ്ഠമാണ് എന്ന് നമ്മൾ പറയാതെ പോയി എന്നുള്ളതാണ്. എല്ലാ മതങ്ങളും ഒരുപോലെയാണ് എന്ന്. അപ്പം എല്ലാ മതങ്ങളും ഒരുപോലെയാണ്, പിന്നെ നമ്മൾ ഈ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, അല്ലേ? അപ്പം
നമ്മൾ മറ്റുള്ളവരെ അപഹസിക്കുകയല്ല ചെയ്യുന്നത്. അതേസമയത്ത് എൻ്റെത് നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ഇതിലായിരിക്കുന്നത്. അതിന് നന്മയും തിന്മയും ഉണ്ട്. അപ്പൊ ആ നന്മയും ഒക്കെ ആയിട്ട് മറ്റുള്ളവർ താരതമ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മക്കൾക്ക് പറ്റിയത് ഇതാണ്. നമ്മുടെ മതത്തെക്കുറിച്ച്, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചൊരു ആത്മാഭിമാനം ഇല്ലാതെ പോയി. നമ്മൾ എല്ലാവരും ഒരുപോലെയാന്ന് പറഞ്ഞു. എല്ലാവരും ഒരുപോലെയാണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? എല്ലാവരുടെയും നമ്മൾ ശരിക്കും പഠിച്ചിരിക്കണം. എല്ലാവരുടെയും പഠിക്കുമ്പോൾ മനസ്സിലാകും അത് ഒരുപോലെ അല്ല എന്ന്. ആ ഈശോയുടെ കാലത്ത് ഒരുപാട് മതങ്ങളില്ലായിരുന്നു. പിന്നെ എന്തിനാ ഈശോ വന്ന് ഇതെല്ലാം പറഞ്ഞ എന്തിനാ? സ്വാഭാവികമായിട്ട് അന്നുള്ളത് അതുവരെയുള്ളതിൽ എവിടെയെങ്കിലും എന്തൊക്കെയോ കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ. അപ്പോൾ ആ കുറവ് ഉണ്ടെന്ന് നമ്മൾ സമ്മതിച്ചാൽ മതിയാകും. അത് അവരെ സംബന്ധിച്ചായിരിക്കണം, നമ്മളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് നമ്മുടെ മക്കളോട് പറയണം, മക്കളെ നമ്മുടെ ഈശോ പറഞ്ഞിരിക്കുന്ന ഇതാണ്, അതിന് വിരുദ്ധമായിട്ടാണ് മറ്റതൊക്കെ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടേത് ശ്രേഷ്ഠമാണ് നമ്മൾ പറയുന്നത്. ഞാൻ പറയും, ഇപ്പോ ഈ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് മാത്രമല്ല, നിന്റെ ശത്രുവിനെ പോലെ നീ സ്നേഹിക്കണം, അവനെ നീ ശപിക്കരുത്, അവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ആരാ ഉള്ളത്? വേറെ ആരും ഈ ലോകത്തിലില്ല. അത് ഈശോ മാത്രമല്ലേ ഉള്ളൂ. ഇതെങ്കിലും നമുക്ക് പറയാൻ പറ്റണം, നിന്റെ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കണം, അവനെ ശപിക്കരുത് എന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ മക്കളെ, ഈശോ മാത്രമേ ഉള്ളത് ഈ ലോകത്തില്. ആ ഈശോയാണ് നമ്മൾ പിന്തുചെല്ലുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത് ശ്രേഷ്ഠമാണെന്ന് പറയേണ്ടി വരുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു സമുദായം നിലനിൽക്കണമെങ്കിൽ അതിന് ചില പൊതുവായിട്ടുള്ള സിമ്പിൾസ് വേണം. ഈ സിമ്പിൾസ് ഇല്ലാതെ പറ്റില്ല. ഉദാഹരണം, അതൊരു നമ്മുടെ വേഷത്തിന്റെ ആയിരിക്കാം. ചില മാലയിടുന്ന, ഇപ്പൊ നമ്മുടെ ആണ് സാധാരണ ഇതിലൊരു മാല, ഒരു കുരിശ് കാണും, അതൊരു സിമ്പിളാണ് അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ചിലരാണ് കൊന്തയിടും, അതൊരു സിമ്പിളാണ്. അതുമല്ല ചിലർ പോക്കറ്റിലൊക്കെ ചെറിയൊരു പടം. ഇപ്പൊ നമ്മുടെ അമ്മച്ചിമാര്, പ്രായമുള്ള അമ്മച്ചിമാര് കവണ ഇടുമ്പോ കണ്ടു അതിലൊരു സാധനം, ഒരു പിന്നു കുത്ത്, അത് പിന്നേൽ എന്തെങ്കിലും ഒരു കുരിശോ അല്ലെങ്കിൽ ഒരു തിരുഹൃദയം എന്തെങ്കിലും കാണും. അതൊരു സിമ്പിളാണ്. ഞാൻ ക്രിസ്ത്യാനി എന്നുള്ളത്. മുൻകാലങ്ങളിലൊക്കെയാണ് എൻ്റെ അമ്മയൊക്കെ അടുക്കും ചട്ടയും മുണ്ടുമായിരുന്നു. അപ്പൊ അത് ഒരു നസ്രാണി ചേട്ടത്തെ കണ്ട് അന്നേരം അറിയാം, തനിമ. അപ്പോൾ ഒരു സമുദായത്തിന് എപ്പോഴും ഒരു വൺനെസ് ഫീലിംഗ് ഉണ്ടാവണമെങ്കിൽ ഒരു ബാഹ്യമായ സിമ്പിൾ വേണം, പല സിമ്പിൾസ് വേണം. ആ സിമ്പിൾസ് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണം. അപ്പോൾ അതാണ് പണ്ടത്തെ ചേട്ടത്തിമാര്, അടുക്കിട്ട് ചേട്ടത്തിമാരെ കണ്ട ഉറപ്പാണ് അവർ ക്രിസ്ത്യാനികളാണ് അല്ലേ? ഈ വേഷത്തിൽ നമുക്ക് തിരിച്ചറിയാം. അതുപോലെ അവരുടെ കുണുക്ക്, ചിലർ തന്നെ മേക്കാന്നൊക്കെ പറയും. ഇനി അതിൽ തന്നെ വ്യത്യാസം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപോലെയുള്ള കുണുക്കല്ല. ചിലരുടെ താഴെയാണ്, ചിലരുടെ മുകളിലാണ്, ചിലർ ചെറുതാണ്, ചിലർ വലുതാണ്. ഇതെല്ലാം സിമ്പിൾസ് ആണ്. അപ്പോൾ ഒരു സമുദായത്തിന് എപ്പോഴും ഒരു ഒരുമയുടെ ഫീലിംഗ് കൊടുക്കുന്നത് ഈ സിമ്പിൾസ് കൊണ്ടാണ്. അപ്പൊ ഒരു അഭിസംബോധന ഒരു ഭാഗമല്ലേ? തീർച്ചയായിട്ടും അതെ. ഇപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ഞാനിപ്പോ എൻ്റെ എല്ലാ പ്രസംഗങ്ങളും ആരംഭിക്കുക ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ ചിലപ്പോൾ ഞാൻ പറയും ഈശോയുടെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. കാരണം ഞാൻ ഇതായിരിക്കുന്നത് ഈശോയെ കൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഈശോയെ കളഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഇത് നമ്മൾ പരമ്പരാഗതമായിട്ട് പറഞ്ഞിരുന്നതാണ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാത്രമല്ല നമ്മുടെ ഭാരതത്തിലാണെങ്കിൽ നമസ്തേ പറയുള്ളായിരുന്നു. നമസ്തേ ആണെങ്കിലും എന്ന് പറഞ്ഞാൽ അത് നിന്നെ ഞാൻ നമിക്കുന്നത്, ഈ ദൈവത്തെയാണ് നമിക്കുന്നത്. അപ്പൊ ദൈവത്തെ പോലെ നിന്നെ കാണുന്നതാണ് അതിനർത്ഥം. പിന്നെ നമ്മൾ ഈ പാശ്ചാത്യ അനുകരിച്ചാണ് ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് വന്നത്. അതെന്തുകൊണ്ട് അവർ പറയുന്നത്? അവർ പറയുന്നത് ഈ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഒരു ദിവസം തന്നെ പല കാലാവസ്ഥ ഉണ്ടാകാം. രാവിലെ സൂര്യനെ കണ്ടില്ലേ ഉച്ചയ്ക്ക് കണ്ടെന്ന് വരാം. രാവിലെ നല്ല സൂര്യനായിരിക്കാം, ഒരു മണിക്കൂർ മഴയായിരിക്കാം. അപ്പൊ ഈ കാലാവസ്ഥ പെട്ടെന്ന് മാറുന്ന ഒരു സ്ഥിതിയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഒരു മനുഷ്യൻ വരുമ്പോൾ നിനക്ക് നല്ല ദിവസം ആശംസിക്കുന്നു, നല്ല കാലാവസ്ഥ നേരുന്നു, നല്ല സമയമുണ്ട്, ഇതൊക്കെ പറയുന്നത്. നമുക്ക് അങ്ങനെയല്ലേ, എപ്പോഴും നല്ല സൂര്യനാണ്, നല്ല കാലാവസ്ഥ. അതുകൊണ്ട് നമ്മൾ മാത്രമല്ല അവരെ നമ്മൾ ദൈവത്തെ പോലെ കാണുക. അതുകൊണ്ട് നമസ്തേ പറയുന്നത്. അപ്പൊ നമ്മൾ ആ നമസ്തേ തന്നെ ഒന്നുകൂടി എടുത്തിട്ട് ഈശോ മിശിഹായിട്ട് കാണുകയാണ്. നമ്മൾ മറ്റുള്ളവരിൽ ഈശോയുടെ മുഖമാണ് കാണുന്നത്. അതുകൊണ്ട് ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു അഭിസംബോധന രീതികൾ തിരിച്ചു വരണം. ഞാൻ പിന്നെ നമ്മുടെ സ്കൂൾ ബസ്സുകൾ, നമ്മുടെ കുട്ടികൾ വരുമ്പോൾ തന്നെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും പറയാമല്ലോ. ഒരു പിതാവിനും പുത്രനും വെച്ച് തുടങ്ങാലും നമ്മുടെ മക്കൾക്ക് തുടങ്ങാൻ ഒരു കുഴപ്പമില്ല, ബാക്കി ആരും അതിനകത്ത് കൂട്ടേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെ അവർ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം ഒരു വിശ്വാസത്തിൽ പെട്ടവരാണെന്ന് അവർക്ക് തോന്നും. അപ്പൊ ഇങ്ങനെയുള്ള ബാഹ്യമായിട്ടുള്ള സിമ്പിൾസ് വേണം. അതുപോലെ ഇപ്പൊ വേദപാഠം പഠിപ്പിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുമ്പോൾ ഒരു സിമ്പിൾ തന്നെ വ്യാഖ്യാനിക്കണം. ഒരു സിമ്പിൾ പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ കുർബാനയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അതാണ് ഒരു പരിധി വരെ. അപ്പൊ നമ്മൾ പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം എന്തുകൊണ്ട് ഇങ്ങനെ, ഇതാണ് കാരണം. അപ്പോൾ അതിന് ഒരെണ്ണേ കാണാവുള്ളൂ. കുട്ടികൾക്ക് അങ്ങനെ കൊടുത്തു. അതിലൂടെയാണ് അവരുടെ ഒരുമ വരുന്നത്. സ്വാഭാവികമായിട്ടും അവർ മനസ്സിൽ നമ്മളെല്ലാം ഒന്നാണ്. അത് മറ്റുള്ളവരെ അപഹസിക്കാനോ ഇല്ലായ്മ ചെയ്യാനോ അല്ല,
അവരും നമ്മുടെ സഹോദരങ്ങളാണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഇതിലായിരിക്കുന്നു?